സിക്കന്ദർ, പറഞ്ഞേൽപ്പിച്ച കാര്യം നിർവഹിച്ചോ? ഓക്കേ ബാസ്. മാലതിയും രാമുവും വരുന്നുണ്ട് ബോസ്. വരട്ടെ. മാലതിക്ക് വീണ്ടും അഭിനന്ദനങ്ങൾ. ഏൽപ്പിച്ച ജോലി തൃപ്തികരമായി തന്നെ നിർവഹിച്ചിരിക്കുന്നു. മാലതിയെ ഞങ്ങൾക്ക് ഇനിയും ആവശ്യമുണ്ട്. ഒരിക്കൽ കൂടി മുന്നറിയിപ്പ്. ഞങ്ങളെ ഒറ്റിക്കൊടുക്കാനോ ഞങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനോ നോക്കിയാൽ അനുഭവം അത്രയ്ക്ക് നന്നായിരിക്കയില്ല. നോക്കൂ. ഇപ്പോൾ വേണ്ട, പറയുന്നത് പോലൊക്കെ കേട്ടുകഴിഞ്ഞു. പോകാം. ചെങ്കിസ് ഖാനും കൂട്ടരും വരുമെന്ന് പറഞ്ഞിരുന്നല്ലേ? അവരെ പോയി കാണുന്നില്ലേ? ശരി, ഞാൻ അവരെ പോയി കണ്ടേച്ചു വരാം. ശരി ബാസ്. എന്തു വേണം? എന്റെ മോനോട് എനിക്ക് അവനെ കാണണം. ഇപ്പോൾ കാണാൻ സൗകര്യപ്പെടുകയില്ല. എനിക്ക് അവനെ കൂടാതെ ജീവിക്കാനൊക്കില്ല. അവൻ എവിടെ? മര്യാദയ്ക്ക് പോകുന്നതാണ് നല്ലത്. എനിക്ക് അവനെ കാണണം. അനുസരിക്കുക എന്നതാണ് ആദ്യത്തെ പ്രമാണം. ഇപ്പോൾ പോകുന്നതാണ് നല്ലത്. കുഞ്ഞാലി, ഇന്ന് നമുക്ക് സിനിമയ്ക്ക് പോകാം. അത് നിനക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവൂലേ? നമ്മളില്ലാന്ന് പറഞ്ഞില്ലേ? ഈ കൗസല്യ തിയേറ്ററിലല്ലേ പോകാന്ന് പറയണത്? ആത്മാവ്. അത് കാണാൻ പോണ നേരം കൊണ്ട് രണ്ടെണ്ണക്ക് കഞ്ചാവ് മേടിച്ച് വെച്ചൂടെ? അത് തന്നെയല്ല പറയണത് അവാർഡ് പടവണമെന്നാണ്. അവാർഡ് പടമാണോ? തല്ലിപ്പൊളിയായിരിക്കും. ഞമ്മക്ക് ഇഷ്ടം എന്താന്ന് വെച്ചാൽ കുറച്ച് സ്റ്റണ്ട്, ഇടി, കുത്ത്, വാൽ, പയറ്, ഇതൊക്കെയാണ്. അതൊന്നും ഇപ്പോഴത്തെ പടത്തിലില്ല. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു പണി ചെയ്യാം. ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് ശ്രീലതയിൽ ഒരു പടം പറഞ്ഞിട്ടുണ്ട്. ഈ പയറ്റ് വീരൻ എന്ന് പറഞ്ഞാൽ ഈ മോട്ടോർ സൈക്കിളിൽ വെച്ചാണ് വെട്ടി. അത് മനസ്സിലായ? അപ്പൊ അതിന് പോകാം. തന്നെയല്ലേ നമുക്ക് വേറൊരു കോള് കിട്ടിയിട്ടുണ്ട്. എന്തു കോളാണ്? എടാ കുതിര, നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മളൊരു പെണ്ണ് സ്നേഹിക്കണ്ട, അറിയാവും. ആ പെണ്ണിനെ ഒന്ന് കാണണം. നിനക്ക് പനി വരും. ആനയുടെ നടത്തമാണ്. അവള് ചിരിക്കണത് കേട്ട ഇടി വെട്ടണ പോലെയാണ്. അവൾ ഇന്ന് നമ്മളോട് വരാൻ പറഞ്ഞേക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ ഇന്നില്ല. മനസ്സിലായ? അപ്പൊ കോളടിച്ചല്ലോടെ. നീ ആരോടും പറയരുത് പറയാ. നമ്മുടെ ആറ്റുപുറത്തെ വിലാസിനിയെ അവളിന്ന് 8 മണിക്ക് ചെല്ലാൻ പറഞ്ഞേക്കാണ്. അവളുടെ കെട്ടുവരുണ്ടല്ലോ ഒരു പൊണ്ണൻ, അവൻ 11 മണിക്ക് വരികയുള്ളൂ. അപ്പൊ നീ പോകാൻ ഉറച്ച്. അതുകൊണ്ടല്ലേ സിനിമക്ക് അമ്മ ഇല്ലാന്ന് പറഞ്ഞത്. അപ്പൊ അമ്മ പോയിട്ട് വരാ ഭീമ. വിവരം നാളെ പറയാം. പോയി ഒന്ന് കുളിച്ച് ഇച്ചിരി മെനിയായിട്ട് അത്തറൊക്കെ പൂശിയിട്ട് വേണം പോവാൻ. അത്തറ് പൂശിയെങ്കിലേ മൊത്തം കിട്ടുള്ളൂ. വിവരം ഞമ്മ നാളെ പറയാടാ. ആ യുവതിയെ കണ്ടുപിടിക്കണം. അതാണ് ആദ്യം വേണ്ടത്. അന്വേഷണങ്ങൾ അപ്പോഴേ ആരംഭിച്ചു കഴിഞ്ഞു സർ. എന്നിട്ട് ഒരു ഊഹം പോലും കിട്ടിയിട്ടില്ല എന്നതാണ് സത്യം. മിസ്റ്റർ മധുവിന്റേതെന്ന് തോന്നിക്കുന്ന തലയും നെറ്റിയിലെ ആ മാർക്കും അതികൂഢമായി പ്രവർത്തിക്കുന്ന ഒരു കൊള്ളസംഘം ഇതിന്റെ പിന്നിലുണ്ടെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എനിക്ക് ഇതൊരു താക്കീത് കൂടിയാവാം. അജ്ഞാത സംഘത്തിൽ നിന്നും ഫോൺ സന്ദേശം കിട്ടിയിട്ട് തന്നെയാകാം ഇൻസ്പെക്ടർ സോമൻ പോയത്. ഇപ്പോൾ യാതൊരു അറിവുമില്ല. ഗുരുതരമായി ഈ പ്രശ്നങ്ങൾ കണക്കിലെടുക്കുമ്പോൾ പൊതുജനങ്ങളുടെയും പ്രസിന്റെയും ആത്മാർത്ഥമായ സഹകരണം നാം തേടേണ്ടിയിരിക്കുന്നു. മിസ്റ്റർ ജോൺ പോ. അങ്ങനെ നമ്മളിഞ്ഞിപ്പോ എന്ത് ചെയ്യാനാണ്? പുറത്തിറങ്ങി നടക്കാനും പാടില്ല. പരസ്യമാണ് ആ തല പെട്ടിക്കകത്താക്കിക്കൊണ്ടെന്ന് നമ്മളല്ല. നിനക്കിപ്പോ പോവാ, നാളെ കാലത്ത് വരണം. അല്ലോ, ഇനി നാളെയും പറഞ്ഞോ?
നമ്മൾ പോണില്ല. എന്താടാ പോവാൻ തിടുക്കായോ? അങ്ങനെ വലിയ തിടുക്കൊന്നുമില്ല. എപ്പ പോയാലും മതി. ഇപ്പൊ പോയാലും തകരാറാ. എന്തായാലും ആലി ചക്ക കുഴഞ്ഞ പോലെ കുഴഞ്ഞമാരുടെ. അതെന്താടാ? ഓരോരുത്തർ ചോദിക്കണേന് മറുപടി പറഞ്ഞ് ഞമ്മ കുഴഞ്ഞ്. ഇനി നമ്മൊരു ബോധം എഴുതി വെക്കാൻ പോവാണ്. പടച്ചവനാണ് പെട്ടിക്കകത്തുള്ള തല ഞമ്മളതല്ല. രാത്രിയായ പേടി, ഉറങ്ങിയ സ്വപ്നം. ഞമ്മ ഇനി എന്ത് ചെയ്യണ്ടാവുക? അല്പം വാട്ടീസ് അടിച്ചോണ്ട് കിടന്നാ മതി, സുഖമായിട്ട് ഉറങ്ങാം. നല്ലോണം ഉറക്കം വരും. ഹറാമായ പണിയാണ്. ഞമ്മ ചെയ്യൂല. എന്ത് കൊണ്ടായാലും തിരക്കേടില്ല. എന്തെങ്കിലും കഴിച്ച് ഉറങ്ങട്ടെ. അല്ല ഇപ്പൊ എന്ത് ചെയ്യാനാണ് ഹറാമായ? സഹൃദയരെ, ഞങ്ങളുടെ വൈദ്യുതി പൈപ്പിന് വേണ്ടി ചെയ്യുന്ന ഒരു വേലയാണ്. ഈ ഭീമനെ കൊണ്ട് ഇന്ന് പല വേലകളും ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട്. അടിയാകെ അങ്ങനെയെന്നാൽ വഞ്ചന തന്നുടെ മറ്റൊരു നാമം. നെഞ്ചിലിരിക്കും ഭാവം കവട പുഞ്ചിരി വെറുമൊരു മൂട് പടം മലർമിഴി മൂടും മായവലയം മാറ്റുകിലാവിടം മറ്റൊരു. മണികൾ നരജീവിതത്തിൽ നരകം തീർക്കും വിഷപുഷ്പങ്ങൾ. മണികൾ നരജീവിതത്തിൽ തെങ്ങ. എടാ നീയാണല്ലേ? ഞമ്മ ആ തല കണ്ട അന്ന് മുതൽ ഞമ്മളെ തലക്ക് ഒരു വെളിവില്ല. എന്നാ തലക്ക് ഇച്ചിരി വെളിവ് കിട്ടിട്ട് വിചാരിച്ച് ഞമ്മ അവിടെ കയറിപ്പോയതാണേ. ഓഹോ, നീ കുടിച്ചിട്ട് വരികയാണ് അല്ലേ? അല്ലാതെ ഒരു തെറ്റ് ഞമ്മ ചെയ്തിട്ട് അല്ലോ വീണ്.
ഹലോ യെസ്, എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷൻ. ആരെ? മിസ്റ്റർ മധുവോ? എന്താ? മൈ ഗോഡ്, ഇതായെത്തി കഴിഞ്ഞു. എന്റെ വിലാസു, എന്റെ വിലാസിനി, ഓ എന്റെ പടച്ചോനെ, നിന്നെ നമ്മൾ എന്താണ് ചെയ്യണത്? അങ്ങോട്ട് കടിച്ചു പിന്നേക്കല്ലേ, നാളത്തേക്ക് വേണ്ടേ? ആ അത് നേരാ. അപ്പൊ കടിക്കണ്ടല്ലേ? പിന്നെ നിന്റെ തടിയനെങ്ങാനും കേറി വരുമോ? അയാൾ ആ ജാലവിദ്യക്കാരനോട് പോയിക്കാണെന്ന്. എന്റെ വിലാസം നിന്നെ കാണുമ്പോ ഒരു ഡുലറ്റ് പാടിയാൽ എന്താണെന്നൊരു ആശ നമുക്ക്. അയ്യോ, അതെന്തുകൊണ്ടാണപ്പാ? അല്ലോ അത് പറഞ്ഞൂടെ? ഇല്ല. കൊയഞ്ഞല്ല. ആ നമ്മ കാണിച്ചു തരാം. ബനഗായികേ അരികിൽ ബരു നായികേ, അരികിൽ ഇരി നായികേ. നിനക്കെന്താണ് ഇത് പതിവില്ലാത്ത പോലെ ഒരു ചിരി? ഞാൻ പിന്നെ നിങ്ങളുടെ മുഖത്ത് നോക്കിയല്ലാണ്ട് വേറെ ആരുടെ മുഖത്ത് നോക്കി ചിരിക്കാനാ? എന്റെ പൊന്നും കെട്ടയല്ലേ? പൊന്നും കെട്ടയെന്ന് പറഞ്ഞല്ലോ, നെരുപ്പാട്ടിലിട്. ഇതേ ഞാൻ രണ്ടടങ്ങഴി വയ്ക്കുന്ന ഒരു കലം മേടിച്ചതാ. അപ്പൊ നമ്മുടെ ഭവാനി ചേച്ചി ഉണ്ടല്ലോ, അവര് പറയുക ഇതിന് രണ്ടടങ്ങഴി വേഗത്തില്ല, ഇടങ്ങഴിയെ വേഗത്തുള്ളൂ. രണ്ടടങ്ങഴി വേഗന്നതാണെങ്കിൽ ഒരാളുടെ തലയിൽ കൊള്ളും, തല കമത്തി ഇരിക്കും എന്ന് പറഞ്ഞു. എന്നാ ശരി, ഞാനൊന്നോട്ട് നിങ്ങളുടെ തലയിലൊന്ന് കമത്തി നോക്കട്ടെ. രണ്ടടങ്ങഴി കൊള്ളുന്നാണെങ്കിൽ തല കയറുന്നല്ലോ. അയ്യോ, ഇത് ശരിയാണല്ലോ, രണ്ടടങ്ങഴി കൊള്ളില്ല. ഈ രണ്ടടങ്ങഴി അവരെന്നെ കളിപ്പിച്ചതാണല്ലോ അല്ലേ? അല്ല, ഇത് രണ്ടെണ്ണല്ല, മൂന്നും വെക്കാവോടി. എന്നെ തല മുഴുവൻ കിടന്നല്ലോ. പിന്നെ നമുക്ക് ഊണ് കഴിക്കാൻ.